ദ പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച 10 പുരാവസ്തു കണ്ടെത്തലുകൾ പരിവേഷണം ചെയ്യുന്ന നമ്മുടെ മറ്റൊരു യാത്രയിലേക്ക് സ്വാഗതം. പുരാതന നാഗരികതകൾ മുതൽ ദീർഘകാലമായി നഷ്ടപ്പെട്ട നിധികൾ വരെ ഈ ശ്രദ്ധേയമായ കണ്ടെത്തലുകൾ നമ്മുടെ ഭൂതകാലത്തിന്റെ നിഗൂഢതകൾ അനാവരണം ചെയ്യുക മാത്രമല്ല, മനുഷ്യ ചരിത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. ഉത്ഖനന സ്ഥലങ്ങളുടെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുകയും നൂറ്റാണ്ടുകളായി ലോകത്തെ ആകർഷിച്ച അത്ഭുതങ്ങൾ കണ്ടെത്തുകയും ചെയ്യുവാൻ ഈ വീഡിയോയിലൂടെ എന്നോടൊപ്പം ചേരുക. 1. ചിഞ്ചൻ ഇറ്റ്സ. മെക്സിക്കോയിലെ യുഗാറ്റൻ പെനിൻസുലയിൽ സ്ഥിതി ചെയ്യുന്ന ചിഞ്ചൻ ഇറ്റ്സ മായയുടെ വികസിത നാഗരികതയുടെ തെളിവാണ്. 19-ാം നൂറ്റാണ്ടിൽ അമേരിക്കൻ പരിവേഷകനായ ജോൺ ലോയിഡ് സ്റ്റീഫൻസും ബ്രിട്ടീഷ് വാസ്തുശില്പിയായ ഫ്രെഡറിക് കാദർവുഡും ചേർന്ന് കണ്ടെത്തിയ ഇതിന്റെ മഹത്വം ലോകത്തെ അമ്പരപ്പിച്ചു. 7-ാം നൂറ്റാണ്ടിനും 10-ാം നൂറ്റാണ്ടിനും ഇടയിൽ നിർമ്മിച്ച ചിഞ്ചൻ ഇറ്റ്സ മതം, രാഷ്ട്രീയം, സംസ്കാരം എന്നിവയുടെ ഒരു പ്രമുഖ കേന്ദ്രമായി പ്രവർത്തിച്ചു. അതിന്റെ ഐക്കണിക് പിരമിഡ് എൽ കാസ്റ്റില്ലോ മായൻ കലണ്ടറിനെ പ്രതീകപ്പെടുത്തുന്നു. അതിന്റെ 4 വശങ്ങളിലും 91 പടികൾ, ആകെ 365 സൗരവർഷത്തെ പ്രതിനിധീകരിക്കുന്നു. ടെമ്പിൾ ഓഫ് ദ വാരിയേഴ്സ്, ഗ്രേറ്റ് ബോൾ കോർട്ട്, സേക്രഡ് സിനോട്ട് എന്നിവ സൈറ്റിനെ അലങ്കരിക്കുന്ന മറ്റ് നിരവധി വാസ്തുവിദ്യാ അത്ഭുതങ്ങളായി ഉൾപ്പെടുന്നു. 1988-ൽ യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായി ഇത് നിയുക്തമാക്കി. അതിന്റെ സാർവത്രിക മൂല്യവും സാംസ്കാരിക പ്രാധാന്യവും അംഗീകരിക്കപ്പെട്ടു. ഉയർന്ന പിരമിഡുകൾ, സങ്കീർണമായ ക്ഷേത്രങ്ങൾ, വിശാലമായ പ്ലാസകൾ എന്നിവയുൾപ്പെടെയുള്ള ആകർഷകമായ വാസ്തുവിദ്യയാണ് ചിഞ്ചൻ ഇറ്റ്സയുടെ സവിശേഷത. നൂതന എഞ്ചിനീയറിംഗും ജ്യോതിശാസ്ത്ര കൃതയും പ്രദർശിപ്പിച്ചിരിക്കുന്ന എൽ കാസ്റ്റില്ലോ എന്ന ഏറ്റവും പ്രശസ്തമായ ഘടന നഗരത്തിന്റെ ലേഔട്ട്, നഗര ആസൂത്രണ വൈദഗ്ധ്യം പ്രകടമാക്കുന്നു. പുണ്യസ്ഥലങ്ങൾ തന്ത്രപരമായി സ്ഥാപിച്ചിരിക്കുന്നു. ഗ്രേറ്റ് ബോൾ കോർട്ട് അതിന്റെ വലിയ അളവുകൾ, ആചാരപരമായ ഗെയിമുകളുടെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. ചിഞ്ചൻ ഇറ്റ്സയുടെ സാംസ്കാരിക സംയോജനം അതിന്റെ വൈവിധ്യമാർന്ന വാസ്തുവിദ്യാ ശൈലികളിൽ പ്രകടമാണ്. ഇത് മതപരമായ ചടങ്ങുകൾക്കും വഴിപാടുകൾക്കുമുള്ള ഒരു സ്ഥലമായി വർത്തിച്ചു. പുരാതനമായ നാഗരികതയുടെ മതപരവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ കേന്ദ്രമെന്ന നിലയിൽ അതിന്റെ പങ്കുൾക്കൊള്ളുന്ന സൈറ്റിന്റെ പ്രാധാന്യം വാസ്തുവിദ്യയ്ക്ക് അപ്പുറത്തേക്ക് വ്യാപിക്കുന്നു. ഈ സ്വഭാവ സവിശേഷതകൾ ചിഞ്ചൻ ഇറ്റ്സയെ കൊളംബിയൻ, പ്രീ കൊളംബിയൻ, മെസ്സോ അമേരിക്കൻ സമൂഹങ്ങളുടെ ചാതുര്യത്തിന്റെയും സങ്കീർണതയുടെയും സാക്ഷ്യമായി നിലകൊള്ളുന്നു. 2. ഇത് സെറാപ്പിയം ഓഫ് അലക്സാൻഡ്രിയ. സെറാപ്പീസ് ദേവന് സമർപ്പിച്ച പുരാതന വാസ്തുവിദ്യയുടെയും മതത്തിന്റെയും അത്ഭുതമായിരുന്നു അലക്സാൻഡ്രിയയിലെ സെറാപ്പിയം. ഈജിപ്തിലെ ടോളമിയുടെ കാലഘട്ടത്തിൽ നിർമ്മിച്ച ഇത് പഠനത്തിന്റെയും ആരാധനയുടെയും കേന്ദ്രമായി പ്രവർത്തിച്ചു. പുരാതന ലോകമെമ്പാടുമുള്ള വിജ്ഞാന ശേഖരമായ അലക്സാൻഡ്രിയയിലെ പ്രശസ്തമായ ലൈബ്രറി സെറാപ്പിയത്തിൽ ഉണ്ടായിരുന്നു. ശാസ്ത്രവും തത്വചിന്തയും സാഹിത്യവും പുരോഗമിച്ചുകൊണ്ട് പണ്ഡിതന്മാരും തത്വചിന്തകരും ബുദ്ധിജീവികളും അതിന്റെ ഹാളുകളിലേക്ക് ഒഴുകിയെത്തി. എന്നിരുന്നാലും പുറജാതീയതയും ക്രിസ്തുമതവും തമ്മിലുള്ള സംഘർഷത്തിനിടെ സെറാപ്പിയം അതിന്റെ ദാരുണമായ വിധി നേരിട്ടു. AD 391-ൽ ക്രിസ്ത്യൻ ജനക്കൂട്ടം ഇത് നശിപ്പിച്ചു. ഇത് യുഗത്തിന് അന്ത്യം കുറിച്ചു. നൂറ്റാണ്ടുകളായി അവശിഷ്ടങ്ങൾ കുഴിച്ചിടുകയും മറന്നുപോവുകയും ചെയ്യപ്പെട്ടു. 19-ാം നൂറ്റാണ്ടിൽ പുരാവസ്തു ഗവേഷകർ അതിന്റെ അവശിഷ്ടങ്ങൾ വീണ്ടും കണ്ടെത്തി. ഉത്ഖനനം സെറാപ്പിയത്തിന്റെ വാസ്തുവിദ്യാ മഹത്വം മാത്രമല്ല, പുരാതന ലോകത്തിന്റെ ഭൗതികവും മതപരവുമായ പ്രവർത്തനങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന എണ്ണമറ്റ പുരാവസ്തുക്കളും കയ്യെഴുത്ത് പ്രതികളും വെളിപ്പെടുത്തി. സെറാപ്പിയത്തിന്റെ കണ്ടെത്തൽ പുരാതന സംസ്കാരത്തിന്റെ സമ്പന്നതയെക്കുറിച്ച് അമൂല്യമായ ഉൾക്കാഴ്ചകൾ നൽകുകയും പുരാവസ്തു ഗവേഷകരെയും ചരിത്രകാരന്മാരെയും ഇന്നും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. 3. ബോറോബുദൂർ. ഇന്തോനേഷ്യയിലെ ബുദ്ധക്ഷേത്രമായ ബോറോബുദൂർ പുരാതന വാസ്തുവിദ്യാ വൈഭവത്തിന്റെയും ആത്മീയ ഭക്തിയുടെയും തെളിവായി നിലകൊള്ളുന്നു. ശൈലേന്ദ്ര രാജവംശത്തിന്റെ കാലത്ത് 9-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഇത് 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഭരണാധികാരിയായ സർ തോമസ് സ്റ്റാംഫോർഡ് റാഫിൾസ് വീണ്ടും കണ്ടെത്തുന്നതുവരെ അഗ്നിപർവ്വത ചാരത്തിനും ഇടതൂർന്ന കാടിന്റെ വളർച്ചയ്ക്കും അടിയിൽ നൂറ്റാണ്ടുകളായി മറഞ്ഞിരുന്നു. സങ്കീർണമായ കൊത്തുപണികളും 500-ലധികം ബുദ്ധപ്രതിമകളും കൊണ്ട് അലങ്കരിച്ച 9 പ്ലാറ്റ്ഫോമുകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ അത്ഭുതകരമായ രൂപകൽപ്പന. അതിന്റെ നിർമ്മാണം മഹായാന ബുദ്ധമത പ്രപഞ്ചശാസ്ത്രത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഭൗമിക മണ്ഡലത്തിൽ നിന്ന് പ്രബുദ്ധതയിലേക്കുള്ള അതിന്റെ യാത്ര അതിന്റെ ലബിരീന്ത്യൻ ഇടനാഴികളിലൂടെയും സ്തൂപങ്ങളിലൂടെയും പ്രതീകപ്പെടുത്തുന്നു. ബോറോബുദൂറിന്റെ ഉദ്ദേശം കേവലം സൗന്ദര്യശാസ്ത്രത്തിനും അപ്പുറമാണ്. ഇത് ഒരു തീർത്ഥാടന കേന്ദ്രമായും ധ്യാനസ്ഥലമായും വർത്തിക്കുന്നു. അതിന്റെ തലങ്ങളിൽ കയറുന്നവർക്ക് ഒരു ആത്മീയ യാത്ര വാഗ്ദാനം ചെയ്യുന്നു. നൂറ്റാണ്ടുകളായി പ്രകൃതി ദുരന്തങ്ങളും മനുഷ്യ അവഗണനകളും നേരിടുന്നുണ്ടെങ്കിലും ബോറോബുദൂർ മനുഷ്യന്റെ ചാതുര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും ശാശ്വത ശക്തിയുടെയും സാക്ഷ്യമായി നിലകൊള്ളുന്നു.
ഇന്ന് ഇന്തോനേഷ്യയിൽ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായി ഇത് നിലകൊള്ളുന്നു. ലോകമെമ്പാടുമുള്ള സന്ദർശകരെ അതിന്റെ സൗന്ദര്യത്തിൽ ആശ്ചര്യപ്പെടുത്താനും അതിന്റെ ചരിത്രത്തെക്കുറിച്ച് ചിന്തിക്കാനും ജീവിതത്തിന്റെയും പ്രബുദ്ധതയുടെയും ആഴത്തിലുള്ള നിഗൂഢതകളെക്കുറിച്ച് ചിന്തിക്കാനും ആകർഷിക്കുകയും ചെയ്യുന്നു. 4. സട്ടേൺഹൂ. ഇംഗ്ലണ്ടിലെ സഫോർക്കിലുള്ള സട്ടേൺഹൂ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പുരാവസ്തു കണ്ടെത്തലുകളിൽ ഒന്ന് അനാവരണം ചെയ്തു. 1939 രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് തൊട്ടുമുമ്പ് പുരാവസ്തു ഗവേഷകനായ ബേസിൽ ബ്രൗൺ അസാധാരണമായ ഒരു ശ്മശാന കുന്ന് കണ്ടെത്തി. അതിനുള്ളിൽ ഒരു കപ്പൽ കിടക്കുന്നു. ഏതെങ്കിലും കപ്പൽ മാത്രമല്ല, ഗംഭീരമായ ഒരു ആംഗ്ലോ സാക്സൺ കപ്പൽ. 7-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഒരു അജ്ഞാതനായ രാജകീയ വ്യക്തിയുടെ വിശ്രമസ്ഥലം. ശ്മശാന അറയ്ക്കുള്ളിൽ കണ്ടെത്തിയ നിധി കിഴക്കൻ ആംഗ്ലിയൻ രാജ്യത്തിന്റെ സമ്പത്തും ആധുനികതയും വെളിപ്പെടുത്തുന്നു. അലങ്കരിച്ച ആഭരണങ്ങൾ, സങ്കീർണമായി നിർമ്മിച്ച ആയുധങ്ങൾ, അതിമനോഹരമായ ദൈനംദിന വസ്തുക്കൾ എന്നിവ അക്കാലത്തെ സങ്കീർണമായ ജീവിത രീതിയെ പ്രദർശിപ്പിച്ചു. ആംഗ്ലോ സാക്സൺ മെറ്റൽ വർക്കിന്റെ മാസ്റ്റർ പീസായ സട്ടേൺഹൂൺ ഹെൽമറ്റ് ആയിരുന്നു ഏറ്റവും ശ്രദ്ധേയമായ കണ്ടെത്തൽ. അത് കാലഘട്ടത്തിന്റെ സ്ഥായിയായ പ്രതീകമായി മാറി. ഈ കണ്ടെത്തൽ മധ്യകാല ഇംഗ്ലണ്ടിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണയെ പുനർനിർമ്മിച്ചു. പ്രധാനമായും ഗ്രന്ഥങ്ങളിലൂടെ മുമ്പ് അറിയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തെ പ്രകാശിപ്പിച്ചു. സട്ടേൺഹൂ ആംഗ്ലോ സാക്സൺ വരേണ്യ വർഗത്തിന്റെ ജീവിതത്തിലേക്കും അവരുടെ വിശ്വാസങ്ങളിലേക്കും ആചാര അനുഷ്ഠാനങ്ങളിലേക്കും വിശാലമായ ലോകവുമായുള്ള ബന്ധങ്ങളിലേക്കും ഒരു നേർക്കാഴ്ച വാഗ്ദാനം ചെയ്തു. ഇത് സട്ടേൺഹൂ ഭൂതകാലത്തിന്റെ രഹസ്യങ്ങൾ അൺലോക്ക് ചെയ്യാനും വരും തലമുറകൾക്ക് വിസ്മയവും ആകർഷണീയതയും പ്രചോദിപ്പിക്കാനുമുള്ള പുരാവസ്തു ശാസ്ത്രത്തിന്റെ ശക്തിയുടെ തെളിവായി ഇത് നിലകൊള്ളുന്നു. 5. കേവ് ഓഫ് അൽത്താമിറ. വടക്കൻ സ്പെയിനിൽ സ്ഥിതി ചെയ്യുന്ന അൽത്താമിറ ഗുഹ 20,000 വർഷത്തിലേറെ പഴക്കമുള്ള അതിമനോഹരമായ ചരിത്രാതീത കലയ്ക്ക് പേരുകേട്ടതാണ്. 1879 അമേച്വർ പുരാവസ്തു ഗവേഷകനായ മാർസെലിനോ സാൻസ് ഡി സൗത്ത് വോള കണ്ടെത്തിയ ഇത് എക്കാലത്തെയും മികച്ച പുരാവസ്തു കണ്ടെത്തലുകളിൽ ഒന്നായി മാറി. പ്രധാനമായും കാട്ടുപോത്ത്, കുതിരകൾ, മാൻ തുടങ്ങിയ മൃഗങ്ങളെ ചിത്രീകരിക്കുന്ന ഗുഹാചിത്രങ്ങൾ ശ്രദ്ധേയമായ കലാവൈദഗ്ധ്യവും സങ്കീർണതയും പ്രകടിപ്പിക്കുന്നു. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് അവ സൃഷ്ടിച്ചത്. അവയുടെ ശ്രദ്ധേയമായ പ്രായവും ഗുണനിലവാരവും കാരണം തുടക്കത്തിൽ സംശയാസ്പദമായ സാഹചര്യങ്ങൾ ഉണ്ടായി. പെയിന്റുകളുടെ ആധികാരികത ഒടുവിൽ സ്ഥിരീകരിച്ചു. ചരിത്രാതീത കലയെയും മനുഷ്യ ചരിത്രത്തെയും കുറിച്ചുള്ള നമ്മുടെ ധാരണയിൽ വിപ്ലവം സൃഷ്ടിച്ചു. ചരിത്രാതീത കാലത്തെ മനുഷ്യർ പ്രാകൃതരും അത്തരം സങ്കീർണമായ കലാസൃഷ്ടികൾ നിർമ്മിക്കാൻ കഴിവില്ലാത്തവരുമായിരുന്നു എന്ന നിലവിലുള്ള വിശ്വാസം അൽത്താമിറ വെല്ലുവിളിച്ചു. അൽത്താമിറയുടെ പ്രാധാന്യം അതിന്റെ കലാപരമായ മൂല്യത്തിനും അപ്പുറമാണ്. നമ്മുടെ പുരാതന പൂർവികരുടെ ജീവിതത്തെയും വിശ്വാസങ്ങളെയും സാംസ്കാരിക ആചാരങ്ങളെയും കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ ഇത് പ്രദാനം ചെയ്യുന്നു. ഗുഹയെ ആചാരങ്ങൾക്കോ ചടങ്ങുകൾക്കോ ഒരുപക്ഷെ ആത്മീയ ലോകവുമായുള്ള ആശയവിനിമയത്തിനുള്ള ഒരു മാർഗമായി അല്ലെങ്കിൽ വിജയകരമായ വേട്ടയാടലുകൾ ഉറപ്പാക്കാൻ ഉപയോഗിച്ചിരിക്കാം. പ്രാധാന്യമുണ്ടായിരുന്നിട്ടും അൽത്താമിറ പാരിസ്ഥിതിക ഘടകങ്ങളിൽ നിന്ന് മനുഷ്യപ്രവർത്തനങ്ങളിൽ നിന്നും ഭീഷണികൾ നേരിട്ടു. ഈ അമൂല്യമായ പൈതൃകം കാത്തുസൂക്ഷിക്കുന്നതിനായി ഗുഹയിലേക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചു. കൂടാതെ സൂക്ഷ്മമായ ഒരു സംരക്ഷണ ശ്രമവും നടത്തി. 2001 സമീപത്തായി ഒരു പകർപ്പ് ഗുഹ തുറക്കപ്പെട്ടു. യഥാർത്ഥ സൈറ്റ് സംരക്ഷിക്കുമ്പോൾ സന്ദർശകരെ വിസ്മയിപ്പിക്കുന്ന കല അനുഭവിക്കാൻ പുതിയ സംരംഭം അനുവദിച്ചു. അൽത്താമിറ ഗവേഷകരെയും കലാകാരന്മാരെയും സന്ദർശകരെയും ഒരുപോലെ പ്രചോദിപ്പിക്കുന്നത് തുടരുന്നു. ആദ്യകാല മനുഷ്യരുടെ ചാതുര്യത്തിന്റെയും സർഗാത്മകതയുടെയും തെളിവായി ഇത് പ്രവർത്തിക്കുന്നു. അതിന്റെ കണ്ടെത്തലും തുടർന്നുള്ള സംരക്ഷണവും ശാസ്ത്രത്തിന്റെയും സംരക്ഷണത്തിന്റെയും വിജയത്തെ പ്രതിനിധീകരിക്കുന്നു. ഭാവി തലമുറകൾക്ക് അൽത്താമിറ ഗുഹയുടെ പുരാതന അത്ഭുതങ്ങളിൽ അത്ഭുതപ്പെടാൻ കഴിയുമെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. 6. ടൂട്ടൻഖാമൂൺസ് ടോംബ്. 1922 ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകനായ ഹോവാർഡ് കാർട്ടർ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിലൊന്ന് നടത്തി. പുരാതന ഈജിപ്തിലെ താരതമ്യേന അജ്ഞാതനായ ഫറവോനായ ടൂട്ടൻഖാമന്റെ ശവകുടീരം. വർഷങ്ങൾ നീണ്ട തിരച്ചിലിന് ശേഷം കാർട്ടർ തന്റെ രക്ഷാധികാരി പ്രഭു കാർനാർവോണിന്റെ പിന്തുണയോടെ രാജാക്കന്മാരുടെ ശവകുടീരത്തിലേക്കുള്ള പ്രവേശന കവാടം കണ്ടെത്തി. അവർ ശവകുടീരത്തിന്റെ മുൻഭാഗത്തേക്ക് പ്രവേശിച്ചപ്പോൾ പ്രതിമകൾ, ആഭരണങ്ങൾ, ഫർണിച്ചറുകൾ, മറ്റു പുരാവസ്തുക്കൾ എന്നിവയുൾപ്പെടെയുള്ള അതിശയകരമായ നിധികൾ അവരെ സ്വാഗതം ചെയ്തു. എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായ കണ്ടെത്തൽ നടത്തിയ ശ്മശാന അറയായിരുന്നു അത്. അമൂല്യമായ നിധികളും സങ്കീർണമായ ഹൈറോഗ്ലിഫുകളും കൊണ്ട് ചുറ്റപ്പെട്ടു. ഈ കണ്ടെത്തൽ ലോകത്തെ ആകർഷിച്ചു. പുരാതന ഈജിപ്തിനോട് ഒരു പുതിയ ആകർഷണം ഉണർത്തി. പുരാവസ്തുക്കളുടെ കണ്ടെത്തൽ യുവ ഫറവോന്റെ ജീവിതത്തെയും മരണത്തെയും ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകളിൽ ആളുകൾ അത്ഭുതപ്പെട്ടു. എന്നിരുന്നാലും ശവകുടീരത്തിന്റെ കണ്ടെത്തൽ ഫറവോന്മാരുടെ ശാപം സംബന്ധിച്ച ഊഹോപോഹങ്ങൾക്ക് കാരണമായി. കാരണം ശവകുടീരം തുറന്നതിന് തൊട്ടു പിന്നാലെ കാർനോർവോൺ പ്രഭു മരിച്ചു.
അമാനുഷിക പ്രതികാരത്തിന്റെ കിംവന്തികൾക്ക് ആക്കം കൂട്ടി. വിവാദങ്ങൾക്കിടയിലും ടൂട്ടൻഖാമന്റെ ശവകുടീരത്തിന്റെ ഖനനം പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തെയും ചരിത്രത്തെയും കുറിച്ചുള്ള നമ്മുടെ ധാരണയിൽ വിപ്ലവം സൃഷ്ടിച്ചു. പുരാതന ഈജിപ്തുകാരുടെ മതവിശ്വാസങ്ങൾ, ശ്മശാന രീതികൾ, ദൈനംദിന ജീവിതം എന്നിവയെക്കുറിച്ചുള്ള അമൂല്യമായ ഉൾക്കാഴ്ചകൾ ഈ പുരാവസ്തുക്കൾ നൽകി. ഇന്ന് ടൂട്ടൻഖാമന്റെ ശവകുടീരത്തിന്റെ നിധികൾ ലോകമെമ്പാടുമുള്ള മ്യൂസിയങ്ങളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇത് പുരാതന ഈജിപ്തിന്റെ മഹത്വത്തിലും അതിന്റെ ഏറ്റവും നിഗൂഢമായ ഭരണാധികാരികളിൽ ഒരാളുടെ പൈതൃകത്തിലും ആശ്ചര്യപ്പെടാൻ ആളുകളെ അനുവദിക്കുന്നു. 7. പേട്ര. തെക്കൻ ജോർദാനിലെ റോസ് ചുവപ്പ് പാറകളിൽ കൊത്തിയെടുത്ത പുരാതന നഗരമായ പെട്ര ചരിത്രത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു കണ്ടെത്തലുകളിൽ ഒന്നായി നിലകൊള്ളുന്നു. അറേബ്യ, ഈജിപ്ത്, സിറിയ എന്നിവയെ ബന്ധിപ്പിക്കുന്ന വ്യാപാര പാതകളിലെ നിർണായക കേന്ദ്രമായ നബാറ്റിയൻ രാജ്യത്തിന്റെ തലസ്ഥാനമായി സ്ഥാപിതമായതു മുതൽ BC 6-ാം നൂറ്റാണ്ടിലാണ് ഇതിന്റെ കഥ ആരംഭിക്കുന്നത്. നൂറ്റാണ്ടുകളായി വ്യാപാരത്തിന്റെയും സംസ്കാരത്തിന്റെയും മതത്തിന്റെയും കേന്ദ്രമായി പെട്ര വളർന്നു. ചാലുകളിലൂടെയും ജലസംഭരണികളിലൂടെയും നഗരവാസികൾക്ക് അമൂല്യമായ മഴ പെയ്യ്ക്കുന്നതിലൂടെ അതിമനോഹരമായ ജലപരിപാലന സംവിധാനം മരുഭൂമിയിൽ തഴച്ചു വളരാൻ അതിനെ അനുവദിച്ചു. എന്നിരുന്നാലും നബാറ്റിയൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയും വ്യാപാര വഴികളുടെ മാറ്റവും മൂലം പെട്രയുടെ പ്രാധാന്യം കുറഞ്ഞു. CE 7-ാം നൂറ്റാണ്ടോടെ ഇത് ഉപേക്ഷിക്കപ്പെടുകയും അവ്യക്തമായി മാറുകയും ചെയ്തു. ഇത് പ്രാദേശിക ബൈഡൂയിൻ ഗോത്രങ്ങൾക്ക് മാത്രമേ അറിയൂ. 1812-ൽ സ്വിസ് പരിവേഷകനായ ജോഹാൻ ലുഡ്വിഗ് ബുർക്കാർഡ് ഒരു അറബ് വേഷം ധരിച്ച് പെട്രയെ വീണ്ടും കണ്ടെത്തി. ഇത് ആഗോള ആകർഷണത്തിന് കാരണമായി. അതിനുശേഷം പുരാവസ്തു ഗവേഷകർ അതിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു. അതിശയകരമായ വാസ്തുവിദ്യയുടെ ഒരു നഗരം വെളിപ്പെടുത്തുന്നു. ഐക്കണിക് ട്രഷറി, മെനാസ്ട്രി, പാറയിൽ കൊത്തിയെടുത്ത എണ്ണമറ്റ ശവകുടീരങ്ങളും ക്ഷേത്രങ്ങളും. പെട്രയുടെ പ്രാധാന്യം അതിന്റെ വാസ്തുവിദ്യ വിസ്മയങ്ങൾക്ക് അപ്പുറമാണ്. അതിന്റെ ലിഖിതങ്ങൾ നിറഞ്ഞ ചുവരുകൾ പുരാതന വാണിജ്യത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും കഥകൾ പറയുന്നു. മറ്റേതിൽ നിന്നും വ്യത്യസ്തമായി ഭൂതകാലത്തിലേക്ക് ഒരു ജാലകം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. 8. മച്ചു പെറുവിലെ ആൻഡീസ് പർവ്വത നിരകളിൽ സ്ഥിതി ചെയ്യുന്ന മച്ചു പിച്ചു നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ പുരാവസ്തു കണ്ടെത്തലുകളിൽ ഒന്നായി നിലകൊള്ളുന്നു. ഏകദേശം 15-ാം നൂറ്റാണ്ടിൽ പുരാതന ഇൻക നാഗരികത നിർമ്മിച്ച ഇത് 1911-ൽ അമേരിക്കൻ പരിവേഷകനായ ഹിറാം ബിഹാം വീണ്ടും കണ്ടെത്തുന്നതുവരെ പുറം ലോകത്തിൽ നിന്ന് മറഞ്ഞിരുന്നു. അതിമനോഹരമായ ഈ കോട്ട ഇൻക ഭരണാധികാരികളുടെ ഒരു രാജകീയ എസ്റ്റേറ്റോ മതപരമായ സ്ഥലമോ ആയി വർത്തിച്ചു. സങ്കീർണമായ ശിലാസ്ഥാപനങ്ങളും ചുറ്റുമുള്ള കൊടിമുടികളുടെ വിശാലമായ കാഴ്ചകളും അഭിമാനിക്കുന്നു. മോൾട്ടാർ ഇല്ലാതെയുള്ള അതിന്റെ കൃത്യമായ നിർമ്മാണം ഇൻക ജനതയുടെ നൂതന എഞ്ചിനീയറിംഗ് കഴിവുകൾ കാണിക്കുന്നു. വീണ്ടും കണ്ടെത്തിയതിനു ശേഷം മച്ചു പിച്ചു ലോകത്തെ ആകർഷിച്ചു. അതിന്റെ ടെറസുകൾ, ക്ഷേത്രങ്ങൾ, ജ്യോതിശാസ്ത്ര നിരീക്ഷണാലയങ്ങൾ എന്നിവയിൽ അത്ഭുതപ്പെടാൻ ദശലക്ഷക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്നു. യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായി അംഗീകരിക്കപ്പെട്ട ഇത് ഇൻക നാഗരികതയുടെയും ചാതുര്യത്തിന്റെയും പ്രതിരോധത്തിന്റെയും തെളിവായി നിലകൊള്ളുന്നു. സന്ദർശകരെ അതിന്റെ സൗന്ദര്യത്തിലും ചരിത്രപരമായ പ്രാധാന്യത്തിലും വിസ്മയിപ്പിക്കുകയും ചെയ്യുന്നു. 9. സ്പാനിഷ് സ്റ്റോൺഹെഞ്ച്. സ്പെയിനിലെ ബാസ്ക് രാജ്യത്തിന്റെ പരുക്കൻ കുന്നുകളിൽ സ്പാനിഷ് സ്റ്റോൺഹെഞ്ച് എന്നറിയപ്പെടുന്ന ഒരു ശ്രദ്ധേയമായ സൈറ്റ് സ്ഥിതി ചെയ്യപ്പെടുന്നു. ഔദ്യോഗികമായി ഡോർമെൻ ഡി സോർജിനെക്സെ 2014-ൽ കണ്ടെത്തിയ ഈ പുരാതന സ്മാരകം ലോകമെമ്പാടുമുള്ള പുരാവസ്തു ഗവേഷകരെയും ചരിത്രപ്രേമികളുടെയും ഭാവനയെ കീഴടക്കി. 5000 വർഷത്തിലേറെ പഴക്കമുള്ള ഡോർമെൻ ഡി സോർജനെക്സിൽ ഇംഗ്ലണ്ടിൽ ഐക്കണിക് സ്റ്റോൺഹെഞ്ചിനോട് സാമ്യമുള്ള വൃത്താകൃതിയിലുള്ള നിരവധി വലിയ കല്ലുകൾ അടങ്ങിയിരിക്കുന്നു. ഈ കൂറ്റൻ കല്ലുകൾ ചിലത് ടൺ ഭാരമുള്ളവ. പ്രാചീന മനുഷ്യർ അടിസ്ഥാന ഉപകരണങ്ങളും കേവലമായ നിശ്ചയദാർഢ്യവും ഉപയോഗിച്ച് സൂക്ഷ്മമായി സ്ഥാപിച്ചിരുന്നു. ഡോർമെൻ ഡി സോർജനെക്സയുടെ ഉദ്ദേശം പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചാ വിഷയമായി തുടർന്നു. മരിച്ചയാളെ വിപുലമായ ആചാരങ്ങളോടും ചടങ്ങുകളോടും കൂടി ബഹുമാനിക്കുന്ന ഒരു ശ്മശാന സ്ഥലമായി ഇത് പ്രവർത്തിച്ചതായി ചിലർ വിശ്വസിക്കുന്നു. പുരാതന സമൂഹങ്ങൾ തങ്ങളുടെ ദൈവങ്ങൾക്കും പൂർവികർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഒത്തുകൂടിയ ഒരു ആരാധനാലയമായിരുന്നു ഇത് എന്ന് മറ്റുള്ളവർ അഭിപ്രായപ്പെടുന്നു. അതിന്റെ കൃത്യമായ പ്രവർത്തനം പരിഗണിക്കാതെ തന്നെ യൂറോപ്പിലെ ആദ്യകാല നിവാസികളുടെ ജീവിതത്തെയും വിശ്വാസങ്ങളെയും കുറിച്ചുള്ള അമൂല്യമായ ഉൾക്കാഴ്ചകൾ ഡോർമെൻ ഡി സോർജനെക്സ് നൽകുന്നു. 10. ഇത് ലൈബ്രറി ഓഫ് അലക്സാൻഡ്രിയ. അറിവിന്റെയും പഠനത്തിന്റെയും ചരിത്രത്തിലെ ഏറ്റവും പ്രതീകാത്മകമായ പ്രതീകങ്ങളിലൊന്നാണ് അലക്സാൻഡ്രിയയിലെ ലൈബ്രറി. BCE 3-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിലെ അലക്സാൻഡ്രിയയിൽ നിർമ്മിച്ച പുരാതന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ചുരുളുകൾ, കയ്യെഴുത്ത് പ്രതികൾ, ഗ്രന്ഥങ്ങൾ എന്നിവയുടെ വിപുലമായ ശേഖരം സൂക്ഷിച്ചിരുന്നു. ഇത് ഭൗതികവും പണ്ഡിതവുമായ അന്വേഷണങ്ങളുടെ കേന്ദ്രമാക്കി മാറ്റി. മഹാനായ അലക്സാണ്ടറിന്റെ ജനറൽമാരിൽ ഒരാളായ ടോളമി ഐസോട്ടർ സ്ഥാപിച്ച ഈ ലൈബ്രറി വിവിധ സംസ്കാരങ്ങളിൽ നിന്നുള്ള അറിവുകൾ ശേഖരിക്കാനും സംരക്ഷിക്കാനും പ്രചരിപ്പിക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്.
പുരാതന ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള പണ്ഡിതന്മാരും തത്വചിന്തകരും പഠിക്കാനും വിവർത്തനം ചെയ്യാനും അതിന്റെ വിശാലമായ വിജ്ഞാന ശേഖരത്തിലേക്ക് സംഭാവന നൽകാനും അലക്സാണ്ട്രിയയിലേക്ക് ഒഴുകിയെത്തി. അതിന്റെ ഉന്നതിയിൽ ഗണിതവും ജ്യോതിശാസ്ത്രവും മുതൽ വൈദ്യശാസ്ത്രം, സാഹിത്യം, തത്വചിന്ത എന്നിവ വരെയുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ലക്ഷക്കണക്കിന് ചുരുളുകൾ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഇത് ഒരു ഗ്രന്ഥശാല മാത്രമല്ല, ഒരു ഗവേഷക കേന്ദ്രം കൂടിയായിരുന്നു. അവിടെ പണ്ഡിതന്മാർ സംവാദങ്ങളിൽ ഏർപ്പെടുകയും പരീക്ഷണങ്ങൾ നടത്തുകയും മനുഷ്യധാരണകൾ മെച്ചപ്പെടുത്തുകയും ചെയ്തു. എന്നിരുന്നാലും ലൈബ്രറി ഓഫ് അലക്സാണ്ട്രിയയുടെ വിധി ദുരന്തത്താൽ അടയാളപ്പെടുത്തി. അതിന്റെ അസ്തിത്വത്തിലുടനീളം തീ, സംഘർഷങ്ങൾ, രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി തകർച്ചയുടെയും നാശത്തിന്റെയും കാലഘട്ടങ്ങൾ അത് അഭിമുഖീകരിച്ചു. ഏറ്റവും കുപ്രസിദ്ധമായ സംഭവം ലൈബ്രറി കത്തിച്ചതാണ്. എന്നിരുന്നാലും കൃത്യമായ വിശദാംശങ്ങൾ നിഗൂഢതയിലും വിവാദത്തിലും മറഞ്ഞിരിക്കുന്നു. BC 48 ജൂലിയസ് സീസർ അലക്സാണ്ട്രിയ കീഴടക്കിയതാണ് അതിന്റെ നാശത്തിന് കാരണമായി ചില വിവരണങ്ങൾ പറയുന്നത്. മറ്റു ചിലത് പിൽക്കാല സംഭവങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നു. ഉദാഹരണത്തിന് 4-ാം നൂറ്റാണ്ടിലെ ചക്രവർത്തി തിയോഡോഷ്യസ് ഒന്നാമന്റെ ഉത്തരവ് ലൈബ്രറി ഉൾപ്പെടെയുള്ള വിജാതീയ ക്ഷേത്രങ്ങൾ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടു. കാരണം എന്തു തന്നെ ആയാലും അലക്സാണ്ട്രിയയിലെ ലൈബ്രറിയുടെ നഷ്ടം മനുഷ്യരാശിയുടെ കൂട്ടായ ഭൗതിക പൈതൃകത്തിൽ ഗണ്യമായ തിരിച്ചടിയെ പ്രതിനിധീകരിക്കുന്നു. അസ്തമിച്ചിട്ടും അലക്സാണ്ട്രിയയിലെ ലൈബ്രറിയുടെ പാരമ്പര്യം നിലനിൽക്കുന്നു. ലോകമെമ്പാടുമുള്ള ലൈബ്രറികളുടെ അക്കാദമിക് സ്ഥാപനങ്ങളുടെയും വികസനത്തിന് അടിത്തറ പാകി. അറിവിനെ വിലമതിക്കാനും പിന്തുടരാനും ഇത് ഭാവി തലമുറയെ പ്രചോദിപ്പിച്ചു. അതിന്റെ പുരാണ പദവി പണ്ഡിതന്മാരുടെയും ചരിത്രകാരന്മാരുടെയും പുരാവസ്തു ഗവേഷകരുടെയും ഭാവനയെ പിടിച്ചെടുക്കുന്നത് തുടരുന്നു. അതിന്റെ പുരാതന നിധികളുടെയും അവർ കൈവശം വെച്ചിരിക്കുന്ന രഹസ്യങ്ങളെയും കുറിച്ചുള്ള സത്യം കണ്ടെത്താനുള്ള നിരന്തരമായ അന്വേഷണങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. ഈ അവിശ്വസനീയമായ പുരാവസ്തു കണ്ടെത്തലുകൾ നമ്മുടെ ഭൂതകാലത്തെ വെളിപ്പെടുത്തുക മാത്രമല്ല, മനുഷ്യ ചരിത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ പുനർനിർമ്മിക്കുകയും ചെയ്യുന്നു. പുരാതന നാഗരികതകൾ മുതൽ ദീർഘകാലമായി നഷ്ടപ്പെട്ട നിധികൾ വരെ ഓരോ കണ്ടെത്തലും പരിവേഷണം ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു അതുല്യമായ കഥ പറയുന്നു. നമ്മുടെ പൂർവികരുടെ രഹസ്യങ്ങൾ കണ്ടെത്തുന്നത് തുടരുമ്പോൾ മനുഷ്യാത്മാവിന്റെ നിലനിൽക്കുന്ന ജിജ്ഞാസയെയും ചാതുര്യത്തെയും കുറിച്ച് ഇവ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ പങ്കിട്ട ഭൂതകാലത്തിലേക്ക് ആഴത്തിൽ ആഴ്ന്നിറങ്ങാനും കണ്ടെത്തലിന്റെ അത്ഭുതം ഉൾക്കൊള്ളാനും നമ്മെ പ്രചോദിപ്പിക്കട്ടെ എന്ന വിശ്വാസത്തോടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.